ഹരേ കൃഷ്ണ. എന്താണ് ദ്വാദശി സമർപ്പണം എന്ന് നോക്കിയാലോ? ഗുരുവായൂർ ഏകാദശിക്ക് ശേഷം നടക്കുന്ന പ്രഥമ ചടങ്ങാണ് ദ്വാദശി സമർപ്പണം. ഏകാദശി വ്രതാനുഷ്ഠാനത്തിന്റെ പൂർണ്ണതയ്ക്കായി സമർപ്പിക്കുന്ന ആചാര്യ ദക്ഷിണയാണ് ദ്വാദശി സമർപ്പണം. ഏകാദശി തിഥി തുടങ്ങുമ്പോൾ മുതൽ ശുഭ ഉപവാസവും അവസാനിക്കുമ്പോൾ ആചാര്യന്മാർക്ക് ദക്ഷിണ നൽകി പാരണ ചെയ്ത് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുകയും വേണം. അഗ്നിഹോത്രികൾക്കാണ് ഗുരുവായൂരിൽ ദ്വാദശി പണം സമർപ്പണം ചെയ്യുന്നത്. അഗ്നിഹോത്രികൾ എന്ന് പറഞ്ഞാൽ കർമ്മികളാണ്. അഗ്ന്യാദാനം, അഗ്നിഷ്ടൂമം, അതിരാത്രം എന്നീ കർമ്മങ്ങൾ ചെയ്ത് നിത്യവും ത്രേതാഗ്നികളെ ഹോമാനുഷ്ഠാനത്തിനായി സൂക്ഷിച്ച് ഭൂതബലി അനുഷ്ഠിക്കുന്നവരാണിവർ. അവരുടെ കർമ്മങ്ങൾ മുഴുവനും ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തങ്ങളുടെ കൈവശമുള്ളതെല്ലാം സാമൂഹിക നന്മയ്ക്കായി യജ്ഞങ്ങളിലൂടെ ചിലവഴിച്ചവരാണിവർ. അഗ്നിഷ്ടോമത്തിന്റെ ആരംഭത്തിൽ യജമാനൻ ദീക്ഷാസംഭാരങ്ങൾ പരിഗ്രഹിക്കുമ്പോൾ താൻ അന്ന് വരെ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ യജ്ഞസമാഹരണത്തിനും സമൂഹത്തിനും വേണ്ടി ചിലവഴിച്ച് ബാക്കിയുള്ള ദ്രവ്യം മടിശീലയഴിച്ച് ആചാര്യനെ ഏൽപ്പിക്കും. യജ്ഞ പരിസമാപ്തിക്ക് മേലിൽ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിനും വേണ്ടി സമൂഹം സഹായിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഇത് ചെയ്യുന്നത്. യജ്ഞപ്രിയനായ ഗുരുവായൂരപ്പൻ യാഗധാരികളെ പ്രോത്സാഹിപ്പിക്കുവാനും യജ്ഞ സംസ്കാരം നിലനിർത്തുവാനുമായിട്ടാണ് ദ്വാദശി സമർപ്പണത്തിലൂടെ ഭക്തർക്ക് അവസരം നൽകുന്നത്. ദ്വാദശി സമർപ്പണ ചടങ്ങ് ദ്വാദശി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി എത്തിയാണ് കഴിവ് പോലെ ദ്വാദശി പണം സമർപ്പിക്കുന്നത്. ദക്ഷിണ സ്വീകരിച്ച് അഗ്നിഹോത്രികൾ കൈകൊട്ടി ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യും. ശുഗപുരം, പെരുവനം, ഇരിഞ്ഞാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രാനുഷ്ഠാനമുള്ള ആചാര്യന്മാരാണ് ദ്വാദശി പണം സ്വീകരിക്കാനെത്തുന്നത്. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ നാരായണായ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.